നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. പുതിയ തൊഴിൽ നിയമം 2025 വന്നു കഴിഞ്ഞു. ശമ്പളം, ആരോഗ്യം, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയാം. രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവരുടെ താൽപ്പര്യം പരിഗണിച്ച് രാത്രികാല ഷിഫ്റ്റുകളിൽ ജോലി നൽകുന്നതടക്കം മാറ്റങ്ങളുമായാണ് പുതിയ കോഡുകൾ നിലവിൽ വന്നത്. സ്വാശ്രയ ഇന്ത്യയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് സർക്കാർ പറയുന്നു. വാസ്തവത്തിൽ ഈ മാറ്റം രാജ്യത്തിൻ്റെ തൊഴിൽ വ്യാവസായിക സംവിധാനത്തെ പുനർനിർവചിക്കും. 400 ദശലക്ഷം തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ നൽകും. അതായത് രാജ്യത്തെ പകുതിയിലധികം തൊഴിലാളികളെയും ആദ്യമായി സംരക്ഷണ കുടക്കീഴിൽ കൊണ്ടുവരുന്നു. നേരത്തെയുള്ള 29 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചാണ് 4 പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. തൊഴിൽ നിയമത്തെക്കുറിച്ചുള്ള 10 പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 29 പഴയ തൊഴിൽ നിയമങ്ങൾ നിർത്തലാക്കി. രാജ്യത്തുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങൾ വളരെ പഴയതാണ്. ഏകദേശം 1930, 1950 കാലഘട്ടത്തിൽ ആരംഭിച്ചവയാണ് ഇവ. പഴയ തൊഴിൽ നിയമങ്ങൾ സാമ്പത്തിക സൗഹൃദപരം ആയിരുന്നില്ല. കൂടാതെ ഗിഗ് വർക്കർമാർ, പ്ലാറ്റ്ഫോം വർക്കർമാർ, കുടിയേറ്റ തൊഴിലാളികൾ തുടങ്ങിയ പദങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നിരുന്നാലും പുതിയ നിയമം ഇപ്പോൾ ഈ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട്. 2. സമയബന്ധിതമായ ശമ്പളവും നിയമന കത്തുകളും ആവശ്യമാണ്. പുതിയ ലേബർ കോഡ് പ്രകാരം നിയമന കത്തുകൾ നിർബന്ധമാണ്. അതായത് ഓരോ തൊഴിലാളിക്കും ഒരു നിയമന കത്ത് നൽകേണ്ടതുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം വ്യാപിപ്പിക്കും. സമയബന്ധിതമായ വേതനം നൽകുന്നത് നിയമപരമായിരിക്കും. ഇത് തൊഴിലിലും സാഹചര്യങ്ങളിലും സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വാദിക്കുന്നു. ഒരു ശമ്പളവും വളരെ കുറവായിരിക്കാതെ ഉപജീവനമാർഗം ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായി ഒരു മിനിമം വേതനം നടപ്പിലാക്കും. ജീവനക്കാരുടെ ആരോഗ്യ പരിശോധനകളാണ് 3ാമത്തെ നിയമം. ഈ നിയമം അനുസരിച്ച് ജീവനക്കാരുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ലഭിക്കും. അതായത് വർഷത്തിലൊരിക്കൽ അവർക്ക് സൗജന്യ ആരോഗ്യ പരിശോധന നൽകണം. കരാർ ജീവനക്കാർക്കും ആരോഗ്യ ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും ലഭിക്കും. അപകടകരമായ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100% ആരോഗ്യ സുരക്ഷാ ഗ്യാരണ്ടി ലഭിക്കും. പ്രത്യേകിച്ച് ഖനനം, രാസവസ്തുക്കൾ നിർമ്മാണം തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള ജോലികളിൽ ഇവ ഉണ്ടാകുന്നതാണ്. 4ാമത്തേത് 1 വർഷത്തെ സേവനത്തിന് ശേഷമുള്ള ഗ്രാറ്റുവിറ്റിയെക്കുറിച്ചാണ്. ഇതുവരെ രാജ്യത്ത് 5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ നിയമപ്രകാരം സ്ഥിരമായ 1 വർഷത്തെ ജോലിക്ക് ശേഷം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. 5ാമത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള പ്രത്യേക നിയമങ്ങൾ. പുതിയ നിയമപ്രകാരം സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകും. എന്നിരുന്നാലും ഇതിന് സ്ത്രീയുടെ സമ്മതവും ജോലിസ്ഥലത്ത് സുരക്ഷാ നടപടികളും ആവശ്യമാണ്. കൂടാതെ ഈ നിയമം സ്ത്രീകൾക്ക് തുല്യവേതനവും ബഹുമാനവും ഉറപ്പു നൽകുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും തുല്യ തൊഴിലവസരങ്ങൾ ലഭിക്കും. 6ാമത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആദ്യമായി നിയമപരമായ അംഗീകാരം നൽകുന്നു. പുതിയ ലേബർ കോഡ് ഗിഗ് പ്ലാറ്റ്ഫോം ജോലികളെ നിർവചിക്കുന്നു. ഗിഗ് തൊഴിലാളികൾക്കും പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും ആദ്യമായി നിയമപരമായ അംഗീകാരം ലഭിക്കും. അവർക്ക് PF, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും. അഗ്രിഗേറ്റർമാർ ഇപ്പോൾ അവരുടെ വിറ്റുവരവിൻ്റെ 1 മുതൽ 2% പരമാവധി 5% വരെ സംഭാവന ചെയ്യേണ്ടതുണ്ട്. ഗുണഭോക്തൃ ID-യുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ UAN ലിങ്ക് ചെയ്യും. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർക്ക് പോർട്ടബിലിറ്റി അനുവദിക്കുന്നു. 7ാമത് ഓവർ ടൈമിന് ഇരട്ടി വേതനം ഉറപ്പാക്കും. പുതിയ ലേബർ കോഡിൽ ഓവർ ടൈം സംബന്ധിച്ച് ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. കമ്പനി ഓവർ ടൈമിന് ശരിയായി പണം നൽകുന്നില്ലെന്ന് ജീവനക്കാർ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ തൊഴിൽ നിയമത്തിൽ ഓവർ ടൈമിന് ഇരട്ടി വേതനം ഉറപ്പു നൽകുന്നു. 8. കരാർ തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത. ഇപ്പോൾ കരാർ തൊഴിലാളികൾക്കും സ്ഥിരം ജീവനക്കാരുടെ അതേ സംരക്ഷണം ലഭിക്കും. ആദ്യ ജോലി, അതായത് യുവാക്കൾക്ക് മിനിമം വേതനം ഉറപ്പു ലഭിക്കും. കുടിയേറ്റ അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ ശൃംഖലയുടെ കീഴിൽ വരാൻ കഴിയും. 9. നിയമപരമായ അനുസരണം ഇപ്പോൾ ലളിതമാക്കും. ഒന്നിലധികം രജിസ്ട്രേഷനുകളും റിപ്പോർട്ടിംഗും ഒരൊറ്റ ലൈസൻസും ഒറ്റ റിട്ടേൺ മോഡലും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും. ഇത് കമ്പനികൾക്കുള്ള അനുസരണം ഭാരം കുറയ്ക്കും. സങ്കീർണവും വിഘടിച്ചതുമായ വർഷങ്ങൾ പഴക്കമുള്ള നിയമങ്ങൾ ഇല്ലാതാക്കും. 4 ലേബർ കോഡുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രാഥമികമായി 29 വിഘടിച്ച നിയമങ്ങൾ ഏകീകരിക്കുന്നു. വ്യവസായങ്ങളെ ചുവപ്പ് നാടയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം.
10-ാമതായി കമ്പനികളും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്കുള്ള പുതിയ നിയമങ്ങൾ. പുതിയ സംവിധാനത്തിൽ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർമാർ ഉൾപ്പെടും. അവർ ശിക്ഷാ നടപടികളല്ല, മാർഗനിർദ്ദേശം നൽകും. വ്യവസായ തർക്കങ്ങൾക്കായി ജീവനക്കാർക്ക് നേരിട്ട് സമീപിക്കാൻ കഴിയുന്ന 2 അംഗ ട്രൈബ്യൂണലുകളും ഉണ്ടാകും. ഈ കോഡുകൾ സമഗ്രമായ സാമൂഹിക സുരക്ഷയും തൊഴിലാളികൾക്കുള്ള ബഹുമാനവും നൽകുമെന്നും അതേസമയം വ്യവസായങ്ങൾക്ക് കുറഞ്ഞ സങ്കീർണതയും മികച്ച മൂലധന നിക്ഷേപ അവസരങ്ങളും നൽകുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.